ഇതുപോലെ ഒരു നറുക്കെടുപ്പ് മരിച്ചാ ചൂല ആ ഇതിലേറെ പഞ്ഞത്താണ്. ഇനി നറുക്കെടുപ്പല്ല, ആരെങ്കിലും അവിടെ ബൂണ് കിടക്കുകയാണ്, ആരെങ്കിലും ഇതേപോലെ എന്തെങ്കിലും പറ്റിയതാക്കണ ഒരു വീഡിയോ ഇട്ട് പറഞ്ഞാൽ ഒരാൾക്കും സഹായം ചെയ്യില്ല. സഹായം ചെയ്തോടത്തോളമായി. ഞാൻ വീഡിയോയിൽ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് നോക്കിയാലേ ചാരിറ്റി വീഡിയോ കണ്ടമാനം ചെയ്ത വ്യക്തിയാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് JCB വേണോ എന്നാ ഈ വീഡിയോ ഫുള്ളും കണ്ടോ. പൈസ വാങ്ങി പണിയെടുത്തിട്ട് ഇത് സഹായമാണ് എന്ന് പറയുന്ന ഊളത്തരം പാണ്ടിക്കാട് കുഞ്ഞ എന്നെ കൊണ്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. പൈസ വാങ്ങിയിട്ട് ഒരാളെ സഹായിച്ചതാണ് പോലും, വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്, കൂർഗിൽ ആ വീടൊന്ന് വിറ്റാലേ ആൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിന് ലക്ഷങ്ങളാണ് ആള് കമ്മീഷൻ അടിച്ചിട്ടുള്ളത്. ആർക്കെങ്കിലും അറിയോ? ഈ ലക്ഷങ്ങൾ വാങ്ങിക്കൂട്ടിയ ഒരുപാട് ആളുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതായത് പല ആളുകളും വന്ന് ഇപ്പൊ ന്യായീകരിക്കുക, അതായത് കുഞ്ഞാൻ അത് ചെയ്തത് ശരിയായില്ല, അതൊന്നും കൂടി നറുക്കെടുക്കണം, നിന്നെ കൊണ്ട് കഴിയുമെന്നൊക്കെ പറഞ്ഞ് കുറെ ആളുകൾ വെല്ലുവിളിക്കുന്നുണ്ട്. KL ബിജോ പ്രോ അടക്കം ചെയ്തു എന്നാ പറയുന്നത്. അയാളുടെ വീഡിയോ ഞാൻ കുറെ തെരഞ്ഞു കിട്ടിയില്ല. ഇന്ന് ഞാൻ കുറെ ആളുകളെ മുഖം ഒന്ന് കാണിച്ചു തരാം. അതായത് ഇമാതിരി ഊളത്തരം ചെയ്യുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് പല രീതിയിലും ആളുകളെ പറ്റിക്കാന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് ഗവൺമെന്റിനെയും കൂടിയും പറ്റിക്കുന്ന പരിപാടിയാണ്. എങ്ങനെയാണ് ഏതാണെന്നൊക്കെ ഇത് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും. ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ പരിപാടിയിലൂടെ ഇവർ അടിച്ചു മാറ്റുന്നത്. കുഞ്ഞാൻ എന്തായാലും ഈ പരിപാടി അവസാനിപ്പിക്കാനൊന്നും പോകുന്നില്ല, അത് നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കും. അതിനുള്ള ഉദാഹരണങ്ങളൊക്കെ ആയിട്ട് അവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ ചെയ്യുന്നുള്ളത്. പക്ഷെ ഈ കാണിച്ചു കൂട്ടിയതൊക്കെ അത് വെറും കോപ്രായത്തരങ്ങൾ. വീണ് കിടക്കുന്ന ഒരാളെ പോലും ഞാൻ സഹായിക്കില്ല എന്നുള്ളത്. അപ്പം ആലോചിച്ചൊക്കെ, വീണ് കിടക്കുന്നവന്റെ പോക്കറ്റിൽ പൈസ ഉണ്ടെങ്കിൽ അവൻ സഹായിച്ചോളും, അല്ലാത്ത ആളുകളാണെങ്കിൽ സഹായിക്കില്ല എന്ന്. നിനക്ക് പൈസയും തന്നിട്ട് എന്നെ സഹായിക്കണം എന്ന് പറയുന്ന ആളുകളെനൊക്കെ നമ്മൾ എന്ത് പറയാനാ? നീ ശരിക്കും ഫ്രോഡ് തന്നെയാണ് എന്റെ കുഞ്ഞാനെ, നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നമുക്ക് എന്തായാലും ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തിയ കുറച്ച് ആളുകളുടെ വീഡിയോസും കൂടി കാണിച്ചു തരാം. ഓക്കെ. എന്തിനാണ് ഇസ്മായിലെ 1000 രൂപക്ക് 4550 സ്ക്വയർ ഫീറ്റ് ഉള്ള ഇത്രയും മനോഹരമായിട്ടുള്ള വീട് കൊടുക്കുന്നതെന്ന് ചിലർ ചോദിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷെ ഇസ്മായിലിന്റെ സുഹൃത്തുക്കളോ ഇസ്മായിലിന്റെ കുടുംബക്കാരോ ഇസ്മായിലിന്റെ നാട്ടുകാരോ ആ ഒരു ചോദ്യം ചോദിക്കില്ല. ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരടക്കം ഈ നെറുക്കെടുപ്പിൽ നിന്ന് ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് ഈ മനുഷ്യന് വേണ്ടിയിട്ടാണ്. വാവ്, ബ്യൂട്ടിഫുൾ. എന്താ മ്യൂസിക്! ആ മ്യൂസിക്കിൽ തന്നെ ലയിച്ച് ഖാദർ ഖാന്റെ ആ ഒരു ശബ്ദം കൂടി ആകുമ്പോ ആളുകൾ വാങ്ങും കേട്ടോ. ആ ഒരു മനുഷ്യന് ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട്, പൈസയുടെ ആവശ്യമുണ്ട്, അയാള് അസുഖമുള്ള ഒരു മനുഷ്യനാ. നമുക്കതിന് എന്തൊക്കെ പരിപാടികളുണ്ടോ? ആയിരക്കണക്കിന് ആളുകളുടെ കയ്യിൽ നിന്നും ഈ ലോട്ടറി വിറ്റ് പൈസയും വാങ്ങിയിട്ട് ആ പൈസ ആളുകൾ അയ്യോ ആ ലോട്ടറി വീണ് കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ഗുണമായിക്കോട്ടെ, അത് കൂടാതെ തന്നെ ആ വീട് കിട്ടിയത് വലിയ കാര്യമില്ലേ എന്ന് വിചാരിക്കുന്നവരും, അതുകൂടാതെ ആ വീട് എനിക്ക് കിട്ടണേ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണെന്ന് ചിന്തിക്കുന്ന ആളുകളെയും കൂടി പൈസ അതിലിടുന്നുണ്ടാവും. ആ അസുഖം മാറുന്നതിലപ്പുറം പല ആളുകളെ പ്രാക്കും കൂടി കിട്ടൂല എന്റെ പൊന്നു മോനെ. അതും കൂടി ഒന്ന് മനസ്സിലാക്കണ്ടേ. നമ്മളെന്തായാലും കുറച്ചെങ്കിലും ആളുകളെ നന്നാക്കാൻ വേണ്ടി വീഡിയോ ചെയ്യുന്ന ആളുകളാണല്ലോ, കുറച്ച് പോക്കറ്റിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട്. അപ്പൊ പൂർണ്ണമായിട്ടും പോക്കറ്റിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള പരിപാടി ആയിപ്പോയി. അഷ്കർട്ടയ്ക്ക് ഒരു സമയം ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചതാ. അന്ന് ആർക്കും ഇതൊരു വില ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാനും വീഡിയോ ഒക്കെ ചെയ്തിരുന്നു, ഒരു വിലയില്ല. അപ്പൊ പാണ്ടിക്കാട് കുഞ്ഞങ്ങനെ ഒരു തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്കൊക്കെ വില. നിങ്ങൾ ഏതെങ്കിലും ഒരു നറുക്കെടുപ്പ് നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. കുഞ്ഞാനത് ചെയ്തപ്പോഴല്ലേ നമ്മളിത് കാണുന്നത്. അതല്ലാതെ ഒന്നോ രണ്ടോ ആളും കൂടി ചെയ്തിട്ടുണ്ട് തോന്നുന്നു. വേറെ ആരും ചെയ്തിട്ടില്ല. ഞങ്ങൾ നറുക്കെടുത്തു, ആർക്ക് കിട്ടി അറിയില്ല, ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ടുണ്ടോ, ഇല്ല മോനെ അറിയില്ല എന്ന പരിപാടിയാണോ ചെയ്യേണ്ടത്? ഇതൊക്കെ പോട്ടെ, ഗവൺമെന്റിനെ മൂഞ്ചിക്കുന്ന പരിപാടിയല്ലേ. ഓക്കെ, ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഖാദർ കരിപ്പട്ടി സംസാരിച്ചത്, നല്ലൊരു പരിപാടിയാവോ, ഒരു പാവപ്പെട്ട രക്ഷപ്പെട്ടോട്ടെ. അത് കഴിഞ്ഞിട്ട് പറയുന്ന വേറെ വാക്ക് കേട്ടോളി. പാണ്ടിക്കാട് കുഞ്ഞനും നാസറും ഇതിലെ വിജയിയായിട്ടുള്ള സാപ്പിയും അടങ്ങുന്ന സംഘത്തിന്റെ ഈ ലക്കി ഡ്രോ തട്ടിപ്പാണോ എന്ന് ചോദിച്ചാൽ പോലും അതൊരു വലിയ കോമഡി ആയി പോകും. അതെ. ഇപ്പൊ നിങ്ങളെ കാണുമ്പോഴാണ് എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്നത് കേട്ടോ. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തി, ആ ഒരു വ്യക്തിയും ഇത്തരം കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാ. അതായത് 1 ലക്ഷം രൂപയുടെ വീട് 10 ലക്ഷത്തിനാണ് കച്ചവടമാവുക. കച്ചവടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ അവിടെ വരും. ആ 10 ലക്ഷത്തില് 10 ലക്ഷം ആളുകളും ചിലപ്പോ 10 ലക്ഷം കൂട്ടേണ്ട 1 ലക്ഷത്തിന് ഒഴിവാക്കി 9 ലക്ഷം ആളുകളും കണ്ണീരും കയ്യൊക്കെ ആയിട്ടുള്ള ആളുകളാവും. എനിക്ക് ആ വീട് കിട്ടിയിരുന്നെങ്കിൽ ഒരു ഗുണമായിരുന്നേനെ, അതോടുകൂടി 1000 കിട്ടിയ അയാൾക്കും ഗുണാവുമല്ലോ എന്ന് ചിന്തിക്കുന്നവരാ. അപ്പൊ ഖാദർ കരിപ്പൊടിയെ ഇനി വെള്ള പൂശാൻ ആരും വരണ്ട. അദ്ദേഹം ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ചില ആളുകൾ പറയും നീ വലിയ പുണ്യാളാണെന്ന്. ഞാൻ വലിയ പുണ്യാളം തന്നെയാണ്. ഇങ്ങനെ ഒരു സാധനം 1,40 ലക്ഷം രൂപയുടെ ഒരു വീടിന്റെ ഒരു പരസ്യം എന്റെ കയ്യിൽ വന്നു കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ നിരസിച്ച മനുഷ്യനാ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കാര്യം മനസ്സിലായി എന്നുള്ള, ഞാനൊരു പാവപ്പെട്ടവനല്ലേ, നമുക്കത് മനസ്സിലാവും. ഈ ഒരു കാറും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് എന്റെ കാറൊന്നുമല്ല, ഇത് എന്റെ വല്യച്ഛന്റെ മോന്റെ കാറാണ്. ആള് വീട്ടിൽ സ്ഥലമില്ലാത്ത അറിവിന്റെ മുറ്റത്ത് കൊണ്ടിട്ടു എന്നുള്ളൂ. ചില ആളുകൾ പറയും നീ അതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് കൊണക്കില്ലെന്ന്. ഞാൻ കൊണക്കി തന്നെയാണ്. പക്ഷെ ആ കൊണയുടെ ഉള്ളിലൂടെ കുറച്ചെങ്കിലും മനുഷ്യത്വം നമ്മളേലുണ്ടോ. നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവിക്കരുത് പ്ലീസ്. 2 കോടിയിലധികം കടവും കീമോ ചെയ്യുന്ന രോഗിയും കൂടിയാണ് ഈ ഇസ്മായിൽ. കൊടക് കേമാട് ഭാഗത്തുള്ള ആരോട് ചോദിച്ചാലും ഈ ഇസ്മായിലിനെ കുറിച്ച് നല്ലതേ പറയാനുള്ളൂ. ഇസ്മായിലിനെ കല്യാണക്കാരൊന്നും അല്ലല്ലോ ആലോചിക്കണം. നിങ്ങൾ ആ വീട് കച്ചവടാക്കാനുള്ള അവരെ പരിപാടിയല്ലേ. അദ്ദേഹം കീമോ രോഗിയാണ്, ശരിയാണ്, അയാൾക്ക് ഒരു അസുഖമുള്ള ഒരു മനുഷ്യനാണ്. നാട്ടിൽ അന്വേഷിച്ചപ്പോൾ അത് തന്നെയാണ് മനസ്സിലായത്.
പക്ഷെ അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒരുപാട് ആളുകളെ പറ്റിക്കുക എന്നൊരു മാർഗം മാറ്റി നിർത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിലിപ്പോ രണ്ടുപേരെ പേര് ഖാദർ കരിപ്പൊടി ഒരു ഇസ്ലാമാണ്. ഇപ്പൊ ഈ പറയുന്ന ആളുടെ പേരും ഒരു ഇസ്ലാം നാമധാരി തന്നെയാണ്. സത്യം പറയണമെന്നുണ്ടെങ്കിൽ ഇസ്ലാമിന് നിരക്കാത്ത കാര്യമല്ലേ ഇത്? ഭാഗ്യ പരീക്ഷണമാണ്. ഭാഗ്യ പരീക്ഷണങ്ങൾ ചെയ്യാൻ പാടില്ലെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഇൻഷാ അല്ലാ മാഷാ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും ഈ വീഡിയോ ചെയ്യുന്നത്. സത്യം പറയട്ടെ, ഗവൺമെന്റിനെ പറ്റിക്കുന്നത് വേറെ രീതിയിൽ, സമുദായത്തെ പോലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇത് ലോട്ടറി ഹറാമല്ലട്ടോ എന്നൊരു രീതിയിലേക്ക് കൂടി മാറ്റുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് അതാ ചൂണ്ടിക്കാണിച്ചത്. ഇപ്പൊ രണ്ടാമത്തെ ആള് വന്നിട്ടുണ്ട്, മൂന്നാമത്തെ ആള് വരട്ടെ. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളൊരു 1500 രൂപയുടെ വീട് നറുക്കെടുപ്പ്, അതായത് ഒരാൾക്ക് 2800 സ്ക്വയർ ഫീറ്റ് വീടും 10 സെന്റ് സ്ഥലവും അതുകൂടാതെ 10 പേർക്ക് 5 സെന്റ് സ്ഥലവും നറുക്കെടുപ്പിലൂടെ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ ഇട്ടിരുന്ന് അതിൽ ഡേറ്റ് ഒന്ന് നീക്കണം. കാരണം 4000 ടിക്കറ്റ് 5000 ടിക്കറ്റ് വിറ്റിട്ടുള്ളൂ. 1 ലക്ഷം ടിക്കറ്റ് വിറ്റാലാണ് 48 ലക്ഷം രൂപയുടെ വീട് 1 കോടി രൂപയുടെ മുകളിൽ ടിക്കറ്റ് വരുമാനം വരുള്ളൂ. അതിന് എനിക്ക് കമ്മീഷനും അടിക്കണം എന്നാണ് ആള് പറഞ്ഞത്. ഇയാൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടോക്കി. നമസ്കാരം സുഹൃത്തുക്കളെ, നറുക്കെടുപ്പ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുഞ്ഞാന് കൊടകിൽ ചെയ്ത ആ ഒരു തട്ടിപ്പിന്റെ അല്ലെങ്കിൽ ആ ഒരു നറുക്കെടുപ്പിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ചൂഴ്ന്ന് അതിന്റെ പുറകിലൂടെ പോയി നോക്കുമ്പോൾ വളരെ ഞെട്ടിക്കുന്ന കുറച്ച് വിവരങ്ങളാണ് നമുക്ക് ക്ലിയർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് നല്ല മാന്യ സ്വഭാവമുള്ള ഒരു മനുഷ്യനാ, നല്ലൊരു റിയാക്ഷൻ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. സമൂഹത്തിലുള്ള എല്ലാ കാര്യത്തെക്കുറിച്ച് നന്നായിട്ട് നന്മകളെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ആളുടെ കയ്യിലിരിപ്പ് കണ്ടില്ലേ? കുഞ്ഞാൻ ചെയ്ത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ താൻ ചെയ്ത് തെറ്റാണെന്നല്ല പറയുന്നത്. താനും അവിടെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്ത് തെറ്റാ? ആയിരക്കണക്കിന് ആളുകളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ട് അതിൽ കമ്മീഷനും അടിച്ചിട്ട് ആ ഡയലോഗ് അടിച്ച മനുഷ്യ ഇപ്പൊ വന്ന് കുഞ്ഞാൻ കുറ്റക്കാരനായി. കുഞ്ഞാനെ പലരും കുറ്റക്കാരനാക്കി സംസാരിക്കുന്നുണ്ട്. കുഞ്ഞാൻ മാത്രമല്ല കുറ്റക്കാരൻ, ഇത്തരം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ കുറ്റക്കാരാണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ്. കേരള ലോട്ടറി ആക്ട് പ്രകാരമുള്ള കാര്യമാണ്. ഇനി വിവരിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലെ? നമുക്ക് അടുത്ത ആളിലേക്ക് കടന്നാലേ. അപ്പൊ പ്രേക്ഷകട്ടാ, അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന എന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഓഫർ വെച്ചോട്ടെ. ധൈര്യമായിട്ട് ഈ കാണുന്ന 6 സെന്റ് സ്ഥലവും 2 നില വീടും, ഈ കിടക്കുന്ന സെലാരിയുടെ ഒരു അടിപൊളി കാർ, അപ്പൊ ഈ ഇരിക്കുന്ന പ്ലാറ്റിനയുടെ ഒരു പുതിയ ബൈക്ക്, ഈ കാണുന്ന 2 അടിപൊളി സ്മാർട്ട് ഫോണുകൾ, ഇത്രയും സ്വർണ്ണ കോയിനുകൾ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ വീടും വസ്തുവും കാറും ഒക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രകാശേട്ടനെ ഒന്ന് വിളിച്ചാൽ മതി. അല്ലെ പ്രകാശേട്ടാ? ഒരു കൂപ്പൺ സിസ്റ്റത്തിലാണ്. അവതാരകനെ നോക്കി വെച്ചോ. ഏറ്റവും കൂടുതൽ ഇത്തരം പ്രൊമോഷൻ വീഡിയോസ് ചെയ്ത ആളാണ് ഇത്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. എന്തായാലും 2 പേരാണ് ഇപ്പൊ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളത്. 2 പേരുടെ കംപ്ലൈന്റ് അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് ഹൈക്കോടതിയിൽ കൃത്യമായി ഇത് ചോദ്യം ചെയ്യപ്പെടും. ഹൈക്കോടതിയിൽ നിന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതിനൊരു അന്വേഷണം വരും. ഇതിൽ ഏതൊക്കെ ഏജൻസികൾ അന്വേഷിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾ വരും ദിവസങ്ങളിൽ അറിയേണ്ടിയിരിക്കുന്നു. കാരണം വലിയ രീതിയിലുള്ള നിക്ഷേപ തട്ടിപ്പ് പോലെ തന്നെ വലിയ രീതിയിലുള്ള ലോട്ടറി സ്കാം തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ അവതാരകനാണ് ഏറ്റവും കൂടുതൽ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഒരുപാട് വീഡിയോ ഇനി ഉണ്ടാവട്ടെ, എനിക്ക് കുറച്ച് വീഡിയോ കിട്ടുള്ളൂ. ഉള്ള വീഡിയോ കൊടുത്തിട്ട് കാണിച്ചു തരികയാണ്. ഇത് പറ്റിക്കലാണ് എന്ന് കാണിക്കുക മാത്രമായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്ത വീഡിയോ. നമുക്ക് നമ്മളെ വസ്തു പോകുമ്പോൾ വിഷമം ഉണ്ടാവില്ല, പക്ഷെ നിർവാഹമല്ലല്ലോ, കടങ്ങൾ വിടണ്ട. അതുകൊണ്ട് എല്ലാവരും കൂപ്പൺ എടുത്ത് എന്നെ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കട്ടെ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ സങ്കടം തോന്നും. പാവം, ഒരു 10-15 ലക്ഷം രൂപ കടണ്ട്. ആൾക്കാർ 1000 രൂപയുടെ ലോട്ടറി എടുത്താലും ടിക്കറ്റ് എടുത്താലും കുഴപ്പമില്ല, കൊടുക്കാന്ന് വിചാരിക്കും നമ്മൾ. പക്ഷെ നമ്മൾ കൊടുക്കുമ്പോൾ 15 ലക്ഷം വേണ്ടടുത്ത് 10, 25, 30, 40 ലക്ഷം ഒക്കെ ചിലപ്പോൾ കയ്യിൽ വരും. അവർക്ക് എളുപ്പമാണ് ഈ പരിപാടി. എന്തുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ, ഇവരെന്തുകൊണ്ടാണ് എടാ മോനെ ഇങ്ങനെ ഒരു അധ്വാനിച്ചുണ്ടാക്കിയ വീടിലടാ നീ അത് ഇങ്ങനെ ചെയ്യണ്ട, നമുക്ക് എല്ലാവർക്കും ചേർന്നുകൊണ്ട് നമുക്ക് ഒന്നല്ലെങ്കിൽ വീട് നമുക്ക് നേരിട്ട് വെക്കാം. അല്ലാത്ത പക്ഷം നമുക്ക് ആളുകളൊന്നും പറ്റിക്കണ്ട, നമുക്ക് ആളുകളായിട്ട് പൈസ പോയിട്ട് ചോദിക്കുക, എന്തെങ്കിലും സഹായിക്കണം. അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ പേരിൽ തന്നെ ഒരുപാട് ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ആ രീതിയിലൊക്കെ ചെയ്യാടാ എന്ന് പറഞ്ഞ് തിരുത്തേണ്ടവരാണ്. ഒരു കാര്യം ചെയ്യും, നീ വീടുണ്ടല്ലോ നറുക്കെടുപ്പിൽ വെക്ക്, എനിക്കൊരു 30 ലക്ഷം തന്നി, ബാക്കി 50 ലക്ഷം എടുത്തോ. ഈ ഒരു സ്കീമാണോ ചെയ്യേണ്ടത്? അല്ലല്ലോ. വലിയ മ്യൂസിക്കും ഭയങ്കര സംഭവമൊക്കെ ഇട്ട് ചെയ്യുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, അതൊരു മറ്റോടത്തെ പരിപാടിയാണെന്ന് അവർക്ക് ബോധമില്ല എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ആളത് കാണാം. 4555 സ്ക്വയർ ഫീറ്റ് വലുപ്പം വരുന്ന ഒരു അടിപൊളി വീടാണ് നിങ്ങൾക്ക് വെറുതെ തരും പോലെ. വെറും 1000 രൂപക്ക് നിങ്ങൾക്ക് ഒരാൾ തരുന്നുട്ടോ. വെറുതെ തരുന്ന പോലെ 1000 രൂപ ചക്കക്കുരല്ലല്ലോ, പൈസ തന്നെയല്ലേ മോനെ. 1000 രൂപ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരെ എല്ലുമുറി പണിയെടുക്കണം. അത് നീ മനസ്സിലാക്കണം. ഇപ്പൊ കൽപ്പണിക്ക് പോകണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ടൈലിന്റെ പണിക്ക് പോകണമെന്നുണ്ടെങ്കിലും കഷ്ടപ്പാടാ. ആ 1000 റുപ്യാണ് ഇത്തരം കാര്യങ്ങൾക്ക് ആളുകൾ കൊടുക്കുന്നത്. അത് 1-2 ആളല്ലല്ലോ തരുന്നത്. 5 ലക്ഷത്തിന് 15 ലക്ഷം വാങ്ങിയിട്ട് അവരെയും പറ്റിക്കുക. എന്നിട്ട് വെറുതെ തരുന്നത് പോലെ തരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കുടിയെന്നല്ല പൈസ എടുത്ത് കൊടുക്കുന്നത്. സാധാരണക്കാരാണ് ഇതിൽ കൂടുതൽ പെട്ട് കിടക്കുന്നത്. ഒരാൾ വയ്യാതെ കിടക്കാന്ന് അയാളെ സഹായിക്കാൻ മറ്റുള്ള വഴികളാണ് നിങ്ങൾ തേടേണ്ടത്.
ഒരുപാട് ആളുകളുണ്ടല്ലോ വയ്യാതെ കിടക്കുകയാണ്, അവരെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചാരിറ്റിയുടെ പേരും പറഞ്ഞിട്ട് അതിലും കുറെ കള്ളത്തരങ്ങളുണ്ട്. എല്ലാം കണക്കാണ് മക്കളെ, എല്ലാം കണക്കാ. ആരും തട്ടി മാറ്റി പോണ്ട, കോടികളുടെ സമ്മാനങ്ങളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോണത്, അതും ഫ്രീ ആയിട്ട്. എന്തൊക്കെയെന്നല്ലേ പറഞ്ഞുതരാം. ഒന്നാം സമ്മാനമായിട്ട് 2200 സ്ക്വയർ ഫീറ്റിന്റെ വീടും പിന്നെ ഒരു കാറും കിട്ടാൻ പോണത്. പിന്നെ രണ്ടാം സമ്മാനം ഈ വീടാണ്. പിന്നെ വീട് മൊത്തം ഫുൾ ഫർണിച്ചർ ഉണ്ടോ. ഇത് ഇതൊക്കെ കേൾക്കുമ്പോ ഫ്രീ ആയിട്ട് എന്നൊക്കെ പറയുമ്പോ ഇതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ നമ്മളെ അലമാരയിൽ എടുക്കുന്ന കീറിയ ഷെഡിയല്ല, അത് വീടാണ്. വെറുതെ ഓരോ പ്രൊമോഷൻ ചെയ്യുന്ന സമയത്ത് പൈസ വാങ്ങിയിട്ട് ഇമാര് ഊളത്തരം ചെയ്യല്ലേ. പാണ്ടിക്കാട് ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്ന ഈ പയ്യനൊക്കെ ഇഷ്ടം പോലെ വാങ്ങിയിട്ടുണ്ടാവും. ഇവർക്കൊക്കെ അന്നന്ന് കിട്ടുന്ന ആ ഒരു പൈസക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ നാളെ ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും മക്കളെ. തിന്ന ദഹിക്കൂല, അത് ആദ്യം മനസ്സിലാക്കിയ കൊള്ളാം. തട്ടിപ്പും വെട്ടിപ്പൊന്നും അല്ലല്ലോ. ഞാൻ കൊച്ചിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. കൊച്ചിയിൽ ഇങ്ങനെ ഒരു തട്ടിപ്പും വെട്ടിപ്പും കാണിച്ച് ഇവിടെ ജീവിക്കാൻ പറ്റുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? അതെന്താ, കൊച്ചി എന്ന് പറയുന്നത് വല്ല കോടതിയാണോ? കോടതിക്കകത്താണല്ലോ കൂടുതൽ ആളുകളും ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് ക്രൂശിക്കപ്പെടുന്നതും അല്ലെങ്കിൽ ആ ഒരു പെട്ടിയിലകത്ത് നിർത്തിയിട്ട് വിചാരണ നടത്തുന്നതും. എന്തുവാ ചേട്ടാ, എവിടെ പോയാലും തട്ടിപ്പ് നടത്താൻ നിങ്ങളെ കൊണ്ടൊക്കെ കഴിയും. അത് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഈ ഒരു ലക്ഷറി ബൈക്കാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത്. വിൽസന്റെ 20 ലക്ഷം രൂപ വില വരുന്ന ഒരു കാർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണം. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കല്ലറയിലാണ്. ഈ വി ചാനൽ എന്ന് പറയുന്ന മച്ചാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇത്തരം പരസ്യങ്ങളിൽ കണ്ടിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊമോഷൻ ചെയ്യുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ആളുകളുണ്ട്. മുകേഷ് ഏട്ടനുണ്ട്. മുകേഷ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോഹൻലാലിന്റെ ഡ്യൂപ്പായിട്ട് നടക്കുന്ന അയാൾ കേട്ടോ. ഒരുപാട് ആളുകൾ ഇങ്ങനെ കമന്റ് ഇടുന്നുണ്ട്. കുറെ തെരഞ്ഞൊക്കെ എനിക്ക് കിട്ടിയ വീഡിയോസ് ഞാൻ കൊണ്ടുവന്നുള്ളത്. ഇത് മാത്രം മതിയല്ലോ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ. അതായത് ഒരു വലിയ പറ്റിക്കലാണ്. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു പരിപാടിയാണ്. ഇപ്പൊ ഈ വീട് വിറ്റ ആളുകൾ വേറെ സ്ഥലത്ത് പോയിട്ട് വേറെ പേരിൽ വീണ്ടും വീടുകൾ വിൽപ്പന നടത്തും, കാറുകൾ വിൽപ്പന നടത്തും. ഇതൊരു വലിയ വലിയ സ്കാമാണ്. എന്തുകൊണ്ട് കേരള സർക്കാർ ഇത് തിരിഞ്ഞു നോക്കുന്നില്ല? എന്തുകൊണ്ട് ഇത് കോടതി നേരിട്ട് ഇതിൽ വിമർശനവുമായിട്ട് വരുന്നില്ല എന്നുള്ളൊരു കാര്യം മാത്രമാണ് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുള്ളൂ. എന്തായാലും ഈ കാര്യത്തിൽ വിജിലൻസിന്റെ അന്വേഷണമൊക്കെ വരും. ഒരു സാധാരണ മനുഷ്യന്റെ ഒരു സേവിംഗ് അക്കൗണ്ടിലേക്ക് ഇത്രമാത്രം പൈസ തരാൻ പറ്റൂല. അപ്പൊ ഇതിന് വേണ്ടി ഇവർ പ്രത്യേകം GST ഒക്കെ അടച്ച് ഓരോ കറന്റ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും പേരുള്ള ചാരിറ്റിയും കാര്യങ്ങളും ഇവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അതിലേക്കാണ് ഈ പൈസ വരുന്നത്. എന്തായാലും കുഞ്ഞാനെ പോലെയുള്ള ആളുകൾ പൈസ വാങ്ങിയിട്ടുണ്ട്. കുഞ്ഞാനെ മാത്രം കുറ്റക്കാരനാക്കുന്ന ഇൻഫ്ലുവൻസസിനോട് എനിക്ക് എന്താ പറയാനുള്ളത്, നിങ്ങളും ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. നിങ്ങൾ ആളുകൾക്ക് സുതാര്യമായ രീതിയിൽ തർക്കെടുപ്പ് നടത്തി എന്ന് പറഞ്ഞാലും തെറ്റാണ്. ആയിരക്കണക്കിന് ആളുകളുടെ കയ്യിൽ നിന്നാണ് അന്നന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആ പൈസ നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത്. അതേപോലെ ഡയാലിസിസ് രോഗിയായിട്ടുള്ള ആൾക്കാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും, നമ്മൾ അതിന് പൈസ കൊടുക്കും. നേരെ തിരിച്ച് നമ്മുടെ കയ്യിൽ എന്തൊക്കെ ആശയങ്ങളുണ്ടോ, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, എനിക്ക് വയ്യാതിരിക്കുകയാണ്, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ പോലും ആളുകൾ തരും. ലോട്ടറിയുടെ പേരും പറഞ്ഞ് പറ്റിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ ഊള പരിപാടിയാണ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി ഇങ്ങനെ പൊട്ടക്കിണറ്റിൽ പോയി വീഴുന്ന മലയാളികളോട് എനിക്ക് നടുവിരൽ നമസ്കാരം മാത്രമേ തരാനുള്ളൂ. ഇപ്പൊ ഈ പറയുന്ന ആളുകൾക്കൊക്കെ സഹായം വേണമെന്നുണ്ടെങ്കിൽ വീട് വിൽപ്പന നടത്തട്ടോ, അല്ല അന്തസ്സായി വീട് വിൽപ്പന നടത്ത്. ഇപ്പൊ എത്രയോ ആളുകൾ വീട് നേരിട്ട് വിൽപ്പന നടത്തുന്നില്ലേ? അതേപോലെ വീട് നേരിട്ട് വിൽപ്പന നടത്തി ആ പൈസ ഒപ്പിക്കുക. അത് ഒപ്പിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആളുകളോട് ചോദിക്കുക എന്നുള്ളതാ. അതാവുമ്പോൾ വലിയ പ്രശ്നമില്ല. ഇതിപ്പോ നിങ്ങൾ ലോട്ടറി എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഒരു പറ്റിക്കുന്നത് ശരിയാണോ? സ്വയം വിലയിരുത്തണം നല്ലതാ. പാണ്ടിക്കാട് കുഞ്ഞനെതിരെ എന്തായാലും കേസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ആരും പേടിക്കണ്ട, എല്ലാവർക്കെതിരെയും കേസും കാര്യങ്ങളും വരും. അത് അത്രേ ഉള്ളൂ. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പാൾ സൈനിങ് ഓഫ്.